എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശരിക്കും കൗതുകം നിറഞ്ഞൊരു വിഷയമാണ്. ലോകത്തിലെ രണ്ട് വലിയ മതങ്ങൾ, ഹിന്ദുമതവും ഇസ്ലാം മതവും. ഇവർ തമ്മിൽ നമ്മളാരും പ്രതീക്ഷിക്കാത്ത ചില ബന്ധങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം, അല്ലേ? ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. ശ്രീകൃഷ്ണൻ ഒരു പ്രവാചകനായിരുന്നോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഒരൊറ്റ ചോദ്യം മതി ഹിന്ദുമതത്തെയും മറ്റ് അബ്രഹാമിക് മതങ്ങളെയും പറ്റി നമ്മൾ ചിന്തിച്ചു വെച്ച പല കാര്യങ്ങളെയും ചോദ്യം ചെയ്യാൻ. ഈയൊരു വിശകലനത്തിന്റെ പ്രധാന ആശയം തന്നെ ഈയൊരു ഉദ്ധരണിയിൽ നിന്നാണ് വരുന്നത്. അതായത്, ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു സമൂഹം അത്രയധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയെ നമ്മളങ്ങ് എഴുതിത്തള്ളുന്നത് എത്ര മോശമായിരിക്കും. പ്രത്യേകിച്ച് കൃഷ്ണനെയും അർജുനെയും പോലുള്ള ആ വ്യക്തികൾ ശരിക്കും ദൈവത്തിന്റെ പ്രവാചകന്മാരും ദൂതന്മാരുമായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞാലോ? ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണല്ലേ? അപ്പോൾ ഈയൊരു വാദത്തിന് ഒരു അടിസ്ഥാനം വേണ്ടേ? അതിലേക്കാണ് നമ്മളിനി പോകുന്നത്. 1,24,000 പ്രവാചകന്മാർ എന്നൊരു ദൈവശാസ്ത്രപരമായ ആശയം. ഇത് എങ്ങനെയാണ് ഈ രണ്ട് മതങ്ങളെയും ഒരുമിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു അടിത്തറയാകുന്നത് എന്ന് നമുക്ക് നോക്കാം. 1,24,000 ഇസ്ലാമിക പാരമ്പര്യമനുസരിച്ച് ദൈവം മനുഷ്യരിലേക്ക് അയച്ച പ്രവാചകന്മാരുടെ ആകെ എണ്ണമാണിത്. ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഒരുപാട് വലിയൊരു സംഖ്യയാണത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലോജിക്ക് വളരെ സിമ്പിളാണ്. ഖുർആൻ പറയുന്നത് എല്ലാ ജനവിഭാഗത്തിലേക്കും ദൈവം ഒരു ദൂതനെ അയച്ചിട്ടുണ്ട് എന്നാണ്. പക്ഷെ ഖുർആനിലാകെ പേര് പറയുന്നത് ഏകദേശം 25 പ്രവാചകന്മാരുടെയാണ്. അതിൽ തന്നെ ഭൂരിഭാഗവും മിഡിൽ ഈസ്റ്റിലെ സെമിറ്റിക് ജനതയുടെ അടുത്തേക്ക് വന്നവരാണ്. അപ്പോൾ ഒരു ചോദ്യം വരും, ബാക്കിയുള്ള ആയിരക്കണക്കിന് പ്രവാചകന്മാർ എവിടെ? അവർ മറ്റു ജനങ്ങളിലേക്ക് പോയവരല്ലേ? മുഹമ്മദ് നബി തന്നെ അരിസ്റ്റോട്ടിലിനെ ഒരു പ്രവാചകനായി കണ്ടിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈയൊരു സാധ്യത വെച്ച് നോക്കുമ്പോൾ കൃഷ്ണനെപ്പോലുള്ള വ്യക്തികൾക്കും ഈ ഗണത്തിൽ ഒരു സ്ഥാനമുണ്ടാകാൻ സാധ്യതയില്ലേ? ശരി, ഇനി നമുക്ക് ഹിന്ദുമതത്തെക്കുറിച്ച് പൊതുവെയുള്ള ഒരു തെറ്റിദ്ധാരണയെപ്പറ്റി സംസാരിക്കാം. അതായത്, പലരും കരുതുന്നതിന് വിപരീതമായി ഈയൊരു കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ ഹിന്ദുമതം എങ്ങനെ ഒരു ഏകദൈവ വിശ്വാസമായി മാറുന്നു എന്ന് നമുക്ക് കാണാം. ഇവിടെയാണ് ബ്രഹ്മം എന്ന സങ്കല്പം വരുന്നത്. ഹിന്ദുമതത്തിലെ ഏറ്റവും വലിയ ശക്തി, അതായത് പരമമായ ശക്തിയാണ് ബ്രഹ്മം. എല്ലാ ജീവനും ഉത്ഭവിക്കുന്ന ആ പരമാത്മാവ്, പങ്കാളികളില്ലാത്ത ഒരേ ഒരു സ്രഷ്ടാവ്. ഇത് ശരിക്കും ഏകദൈവ വിശ്വാസത്തിന്റെ ഒരു പ്രധാന ആശയം തന്നെയല്ലേ? ഇനി ഈ ദേവന്മാരുടെ കാര്യം വരുമ്പോൾ ഒരു രസകരമായ താരതമ്യമുണ്ട്. ഹിന്ദുമതത്തിലെ ദേവന്മാരെ നമുക്ക് കത്തോലിക്ക വിശ്വാസത്തിലെ വിശുദ്ധന്മാരോടും മാലാഖമാരോടും ഉപമിക്കാം. എങ്ങനെയെന്നാൽ, ഈ ദേവന്മാർക്ക് ബ്രഹ്മം ഓരോ ചുമതലകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരാരും ബ്രഹ്മത്തിന് തുല്യരല്ല. അതുപോലെ തന്നെയല്ലേ വിശുദ്ധന്മാരും? അവർ ദൈവത്തോട് മധ്യസ്ഥത വഹിക്കുന്നു, പക്ഷെ അവർ ദൈവമല്ല. അപ്പോൾ ഈയൊരു രീതിയിൽ നോക്കിയാൽ ഹിന്ദുമതത്തിലെ ദേവന്മാർ പല പല ദൈവങ്ങളല്ല, മറിച്ച് ഏകനായ ദൈവത്തിന്റെ പ്രതിനിധികളോ മധ്യസ്ഥരോ ആണെന്ന് മനസ്സിലാക്കാം. ശരി, ഇതുവരെ നമ്മൾ പറഞ്ഞത് ഒരു ആമുഖം മാത്രമാണ്. ഇനി നമ്മൾ ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ആവേശകരമായ ഭാഗത്തേക്ക് കടക്കുകയാണ്. ഭഗവത്ഗീതയിലെ കഥയും ഇസ്ലാമിക ചരിത്രത്തിന്റെ തുടക്കത്തിലെ കഥയും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം. രണ്ട് കഥകളിലെയും പ്രശ്നങ്ങളുടെ തുടക്കം എവിടെയാണെന്ന് നോക്കൂ. ഒരു കുടുംബത്തിൽ നിന്നാണ്. മഹാഭാരതത്തിലാണെങ്കിൽ ഒരേ കുടുംബത്തിലെ കസിൻസായ കൗരവരും പാണ്ഡവരും അധികാരത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്നു. ഇനി ഇസ്ലാമിക ചരിത്രമെടുത്താലോ, അവിടെയും ഒരേ പൂർവികരുടെ കുടുംബങ്ങളായ ബനു ഉമയ്യയും ബനു ഹാഷിമും നേതൃത്വത്തിനു വേണ്ടി പരസ്പരം പോരടിക്കുന്നു. എന്തൊരു സാമ്യമല്ലേ? ഇനി ഇതാ അടുത്ത സാമ്യം. രണ്ട് കഥകളിലും നായകപക്ഷത്ത് ദൈവികമായി തിരഞ്ഞെടുക്കപ്പെട്ട 5 പേരുണ്ട്. മഹാഭാരതത്തിൽ അത് പാണ്ഡുവിന്റെ 5 മക്കളാണ്, പാണ്ഡവർ. അവരാണ് യഥാർത്ഥ അവകാശികൾ. ഇസ്ലാമിക ചരിത്രത്തിലോ മുഹമ്മദ്, അലി, ഫാത്തിമ, ഹസൻ, ഹുസൈൻ എന്നിവരടങ്ങുന്ന 5 പേരുടെ വിശുദ്ധ കുടുംബം. ഈ 5 എന്ന സംഖ്യ ശ്രദ്ധിച്ചില്ലേ? ഇത് കേട്ടാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും. രണ്ട് കഥകളിലെയും പ്രധാന പ്രതിനായകന്മാർക്ക് ഒരു പൊതുവായ കാര്യമുണ്ട്: അന്ധത. മഹാഭാരതത്തിൽ ജന്മനാ അന്ധനായതുകൊണ്ട് രാജാവാകാൻ പറ്റാതെ പോയ ധൃതരാഷ്ട്രർക്ക് പാണ്ഡവരോട് കടുത്ത ദേഷ്യമുണ്ട്. ഇനി ഇസ്ലാമിക ചരിത്രത്തിൽ നോക്കിയാലോ, മുഹമ്മദ് നബിയുടെ കടുത്ത എതിരാളിയായിരുന്ന അബൂ സുഫ്യാന് ഒരു യുദ്ധത്തിൽ 2 കണ്ണുകളും നഷ്ടപ്പെട്ട് അന്ധനാകുന്നുണ്ട്. ഇത് വെറുമൊരു സാമ്യമാണോ? ഇനി നായകന്മാരുടെ കാര്യം നോക്കാം. രണ്ട് കഥകളിലും പ്രതിസന്ധി ഘട്ടത്തിൽ നായകന് ദൈവികമായ ഒരു ഉപദേശം ലഭിക്കുന്നുണ്ട്. മഹാഭാരതത്തിൽ യുദ്ധക്കളത്തിൽ തളർന്നുപോയ അർജുനന് കൃഷ്ണൻ വഴികാട്ടിയാകുന്നു. ഇസ്ലാമിക ചരിത്രത്തിലാണെങ്കിൽ മുഹമ്മദ് നബിക്ക് ഗേബ്രിയൽ ദൂതൻ ദൈവത്തിന്റെ സന്ദേശങ്ങൾ എത്തിക്കുകയും അദ്ദേഹത്തിന്റെ ദൗത്യത്തിൽ വഴികാട്ടുകയും ചെയ്യുന്നു. രണ്ട് കഥകളിലും വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഭൗതികമായ നേട്ടങ്ങളാണോ അതോ ദൈവീകമായ മാർഗമാണോ വേണ്ടത് എന്ന് തെരഞ്ഞെടുപ്പ്. മഹാഭാരതത്തിൽ കൗരവർ കൃഷ്ണന്റെ വലിയ സൈന്യത്തെയും സമ്പത്തിനെയും തിരഞ്ഞെടുക്കുന്നു. പക്ഷേ പാണ്ഡവരോ, അവർക്ക് കൃഷ്ണനെ മാത്രം മതിയായിരുന്നു.
അതുപോലെ ഇസ്ലാമിക ചരിത്രത്തിലും മക്കയിലെ ഖുറൈശികൾക്ക് അധികാരമായിരുന്നു വലുത്. എന്നാൽ മുഹമ്മദ് നബിയുടെ അനുയായികൾക്ക് അവരുടെ നേതാവും ആത്മീയ മാർഗവുമായിരുന്നു പ്രധാനം. ഒരേ ആശയം, അല്ലേ? അങ്ങനെ ഈ രണ്ട് കഥകളും ചെന്നെത്തുന്നത് ചരിത്രത്തെ മാറ്റിമറിച്ച ഓരോ യുദ്ധങ്ങളിലാണ്. മഹാഭാരതത്തിൽ കുരുക്ഷേത്ര യുദ്ധം, ഇസ്ലാമിക ചരിത്രത്തിൽ കർബല യുദ്ധം. രണ്ടിലും സംഭവിക്കുന്നത് ഒന്നുതന്നെ. വിശ്വാസികളുടെ ഒരു ചെറിയ സംഘം അവിശ്വാസികളുടെ ഒരു വലിയ സൈന്യത്തെ നേരിടുന്നു. വിശ്വാസവും അവിശ്വാസവും തമ്മിലുള്ള ഒരു അവസാന പോരാട്ടം. അപ്പോ നമ്മൾ ഇത്രയും നേരം കണ്ട ഈ സാമ്യങ്ങളെല്ലാം എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? നമുക്കിതിനെയെല്ലാം ഒന്ന് കൂട്ടിയിണക്കി നോക്കാം. ഐക്യത്തിന്റെ ഒരു പുതിയ കാഴ്ചപ്പാടിലേക്ക്. ഇവിടെയാണ് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമുള്ളത്. ഇന്നത്തെ കാലത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും പലപ്പോഴും പരസ്പരം ശത്രുതയോടെ കാണുന്നു. പക്ഷേ ഈ വിശകലനം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വലിയൊരു വിരോധാഭാസമാണ്. കാരണം അടിസ്ഥാനപരമായി അവർ രണ്ടുപേരും ഒരേ കഥയുടെ രണ്ട് വ്യത്യസ്ത രൂപങ്ങളാണ് പറയുന്നത്, പക്ഷേ പരസ്പരം ശത്രുക്കളായി കാണുന്നു. അതുകൊണ്ട് ഈ വിശകലനം എത്തിച്ചേരുന്ന ശക്തമായൊരു നിഗമനമുണ്ട്. ഹിന്ദുമതം ദൈവത്തിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട മതങ്ങളിൽ ഒന്നുതന്നെയാണ്. നമ്മൾ കണ്ട ഈ സാമ്യങ്ങൾ യാദൃച്ഛികമായി സംഭവിക്കാനുള്ള സാധ്യതയ്ക്കും അപ്പുറമാണ്. അതായത് ഇതെല്ലാം വെറും കോപ്പിയടിയോ യാദൃച്ഛികമോ അല്ല, മറിച്ച് ഒരേ ദൈവിക ഉറവിടത്തിൽ നിന്ന് വന്നതിന്റെ തെളിവാണെന്നാണ് ഈ വാദം. അപ്പോൾ ഈ ഒരു ചിന്തയോടെ നമുക്ക് അവസാനിപ്പിക്കാം. ആലോചിച്ചു നോക്കൂ, ഈ രണ്ട് ഇതിഹാസങ്ങളിലെയും കഥകൾക്ക് ഇത്രയധികം സാമ്യമുണ്ടെങ്കിൽ ഒരേ കഥ പറയുന്ന ഈ ആളുകളെ തമ്മിൽ അകറ്റുന്നത് എന്തായിരിക്കും? ഈയൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ. അടുത്ത തവണ കാണാം. നന്ദി.